الصلاة خير من النوم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് സുബൈക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണം. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് നിസ്കരിക്കണ കാണുമ്പോ ചങ്ക് പൊട്ടുക. പള്ളിന്ന് പറഞ്ഞാലും പൊരയിന്ന് പറഞ്ഞാലും കേൾക്കേണ്ട ഒരാളല്ല മൈമൂന. ഇനി ബേജാറാണ്ട, മൂപ്പർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നാദിയ ഇനി കോളേജിൽ പോകുന്നില്ലാന്ന്. ഓരോന്നിനും ഓരോ തലവര ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ മോനെങ്ങനെ ചെയ്യൂന്ന്? ഓനെങ്ങനെ ചെയ്യാൻ കഴിയൂന്ന്? നമ്മളടുത്തുള്ള മക്കളല്ലല്ലോ മൈമൂനെ പുറത്തു പോകുന്ന മക്കള്. പത്രവും ടിവിയും ചാനലും എല്ലാവരും ഒരു കാര്യം ഒരേപോലെ പറയുമ്പോൾ നമ്മളായിട്ട് വിശ്വസിക്കാണ്ടിരുന്നിട്ട് എന്താ കാര്യം? മൈമൂന, മംഗളൂർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായ ഇന്ത്യൻ ടൈഗർ ഗ്രൂപ്പിലെ അംഗവും മലയാളിയുമായ അൻവർ സാദത്തിനെ കസ്റ്റഡിയിൽ വാങ്ങിയ INA 20 ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. കൂട്ടുപ്രതികൾ നിരീക്ഷണത്തിലാണെന്നും ഉടൻ വലയിൽ വീഴുമെന്നും INA അറിയിച്ചു. അതിവേഗ കോടതി അൻവർ സാദത്തിന്റെ ശിക്ഷ ഉറപ്പാക്കുമെന്നും തീവ്രവാദം വെച്ചുപൊറുപ്പിക്കില്ലെന്നും കേന്ദ്ര ഭരണകൂടം വ്യക്തമാക്കി. അൻവർ സാദത്തിന്റെ അറസ്റ്റോടെ ആ കുടുംബത്തെ നാട്ടുകാരും പള്ളിക്കമ്മിറ്റിയും പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരെയുള്ള വലിയ സന്ദേശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ പറക്കാൻ പറ്റാത്തൊരു പൂമ്പാറ്റേനെ കൈപ്പത്തിന്റെ പുറത്തിരുത്തി വെള്ളം കൊടുത്ത് ഊതി പറത്തിയേക്കാൻ എങ്ങനെയൊക്കെ എനിക്കിങ്ങനെ മാറാൻ പറ്റിയത്? അബു, അബു, മാഷോ? മാഷോ അവനെ കണ്ടായിരുന്നോ? കണ്ടു. എനിക്കും അവനെ കാണാൻ കേൾപ്പില്ലാത്തോണ്ടാ മാഷേ ഞാൻ മാഷിൻ്റെ കൂടെ കാണാൻ പോരാഞ്ഞ്. ഓനെന്താ പറയുന്നത്? അബു, നമുക്കൊന്ന് പുറത്തു പോയാലോ? ഓ ആയിക്കോട്ടെ, എന്നാ വാ.
മാഷേ, പത്രത്തിലും ടി വിയിലൊന്നും ഇത്രയും കാലമായിട്ട് ഓനെക്കുറിച്ചുള്ള വാർത്തകൾ തീർന്നിട്ടില്ല. മാഷ് പഠിപ്പിച്ച കുട്ടിയല്ലേ ഒന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓനങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്? പണക്കാരൻ്റെ പത്രത്തിന് വാർത്തയേക്കാൾ വലിയ അജണ്ട വാർത്തയ്ക്കുള്ളിലുണ്ടാവൂ. ആരെ വിടക്കാക്കണമെന്നും ആരെ തനിക്കാക്കണമെന്നും അവർക്ക് നന്നായിട്ടറിയാം. അതവരെ ലാഭത്തിൻ്റെ താല്പര്യമാണ്. അതവർ വാർത്തയിൽ നന്നായിട്ട് കാണിക്കും. അപ്പോൾ ഈച്ചയെ കണ്ടിട്ടില്ലേ? അത് മലത്തിൻ്റെ മുകളിലും മധുരത്തിൻ്റെ മുകളിലും ഉണ്ടാവും. അതാണ് ഈ വാർത്താ മാധ്യമം. മാഷ് ഓനെ കണ്ടപ്പോൾ ഓൻ എന്താ പറഞ്ഞു? ഞാൻ ഇന്നലെ അവനെ കണ്ടത്. അതിനുശേഷം എനിക്കൊന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ അവൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് കണ്ണീരോടെ അവൻ പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയ വേദന ഉണ്ടാവില്ല. പോലീസുകാരാണോ എന്റെ കളി? മതി മാഷേ, മതി. ഇനി എനിക്ക് ഓനെ കുറിച്ച് ഒരു വിശേഷം അറിയണ്ട. വേദനയുടെ കടുപ്പത്തില് പോലീസ് പറഞ്ഞ ദിക്കിലൊക്കെ ഒപ്പിട്ട് കൊടുത്തത്രേ. ഇനി സുപ്രീം കോടതി പോയിട്ടും വലിയ കാര്യമില്ലെന്ന വക്കീൽ പറയുന്നു. എൻ്റെ മോന് എന്തെങ്കിലും കയ്യബദ്ധം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഓനെ ശിക്ഷിച്ചോട്ടെ മാഷെ. നാളെ വേറൊരാൾക്ക് ഇതുപോലെ തോന്നാണ്ടിരിക്കാൻ വേണ്ടി ഓനെ ശിക്ഷിച്ചോട്ടെ മാഷെ. മാഷെ, മോളെ, മോളെ നാദിയ, എന്താ ഉമ്മ? ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. അബൂട്ടിക്ക, അബൂട്ടിക്ക. നിങ്ങളൊക്കെ ആരാ? എന്താ എന്താ കാര്യം? ഞങ്ങൾ ചാനലിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടിയിട്ടാണ്. തീവ്രവാദത്തിന്റെ പേരിൽ തൂക്കിലേറ്റാൻ പോകുന്ന ഒരു മകന്റെ ഉമ്മ എന്ന നിലയിൽ താങ്കൾക്ക് മകനെക്കുറിച്ച് അവസാനമായി എന്താണ് പറയാനുള്ളത്? എന്താ എന്താ നിങ്ങൾ പറഞ്ഞേ? ആരെ തൂക്കുന്ന? മോനെയോ? ഇല്ല, മോനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇനിയൊട്ട് ചെയ്യയില്ല. ഇല്ല, ഇല്ല. നല്ലോണം കിടത്താൻ ആരെങ്കിലും ഒന്ന് പിടിച്ചു തരുവോ? നൊന്തുപെറ്റ ഉമ്മ സ്വന്തം മകന്റെ ചെയ്തികളിൽ മനം നൊന്ത് ബോധരഹിതയായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ആ മാതാവിന്റെ മനസ്സിലും ഉണ്ടാവുക എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താ എന്താ അൻവറിനെ കുറിച്ച് ഈ അവസാന നിമിഷം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉണ്ട്.
പറയാനുണ്ട്. ഓന്റെ പേര് അൻവർ സാദ് എന്നായി പോയത് വലിയ തെറ്റായിപ്പോയി. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെ പുറയിൽ ഒരാൾ തെറ്റ് ചെയ്താല് നിങ്ങളെല്ലാരും കുറ്റക്കാരാവോ? ആവോ? പറ. പിന്നെ എന്തിനാ? മംഗളൂർ നഗരത്തെ നടുക്കിയ സ്കൂട്ടർ സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ട കൊടും കുറ്റവാളിയും മലയാളിയുമായ അൻവർ സാദത്തിനെ തൂക്കിലേറ്റി. 24 വയസ്സായിരുന്നു പ്രതിക്ക്. അതിവേഗ കോടതിയുടെ ശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. മൈമൂനവിടെ. തുടർന്ന് വിൽപ്പനശാല തുറന്നു. മംഗളൂർ സ്ഫോടനത്തിന് പുതിയ വാർത്താമുഖം. മംഗളൂർ സ്ഫോടനത്തിൽ തൂക്കിലേറ്റപ്പെട്ട അൻവർ സാദത്ത് നിരപരാധി. ഇതിന് തെളിവ് ട്വിറ്ററിലും സുഹൃത്തിനയച്ച വീഡിയോയിലും. ആബിദ് ഫൈസി എന്ന ചെറുപ്പക്കാരനാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നഗരങ്ങളിൽ സ്ഫോടന പരമ്പര സൃഷ്ടിക്കാനുള്ള ഇന്ത്യൻ ടൈഗർ ഗ്രൂപ്പിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് മംഗളൂരിലെ സ്ഫോടനം. താനുമായുള്ള രൂപസാദൃശ്യമാണ് അൻവർ സാദത്തിന് വിനയായതെന്ന് ആബിദ് ഫൈസി. പഠിച്ചിട്ടും ജോലിക്കായുള്ള അന്വേഷണത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്നാണ് തീവ്രവാദ സംഘങ്ങൾ ചെറുപ്പക്കാരെ കണ്ടെടുക്കുന്നത്. താനും ദാരിദ്ര്യത്തിന്റെ ഇരയാണ്. നിരപരാധികളുടെ മരണം, അതിലുപരി മറ്റൊരു നിരപരാധി തൂക്കിലേറ്റപ്പെടുക. തന്റെ മനസ്സിന്റെ അസ്വസ്ഥതയാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തലിന് പ്രേരിപ്പിച്ചതെന്നും ആബിദ് ഫൈസി പറഞ്ഞു. നാളെ ഭരണകൂടമോ ഞാൻ ചെന്നുപെട്ടിരിക്കുന്ന സംഘടനയാലോ ഞാൻ വധിക്കപ്പെടും. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ സത്യം മൂടപ്പെട്ടു പോകും. നിയമവാഴ്ചകൾ അപക്വമായി സഞ്ചരിക്കുന്ന നിത്യകാഴ്ചയിൽ ഞാനും സ്വയം അസ്തമിക്കുന്നു.